നമസ്തേ. നാം സങ്കല്പിക്കുന്നത് പലപ്പോഴും പ്രാവർത്തികമാവും. അത് പ്രാവർത്തികമാവണമെങ്കിൽ സങ്കല്പം ഈശ്വരഹിതമനുസരിച്ചായിരിക്കണം. എനിക്ക് 22 കോടി രൂപ ലോട്ടറി കിട്ടണേ എന്ന് സങ്കല്പിച്ചിട്ട് കാര്യമില്ല. അത് ഈശ്വരഹിതമല്ല. എന്ത് സങ്കല്പിക്കണം അതിലൊരു ഈശ്വരീയ അംശം ഉണ്ടാകണം, ഹിതകരമായിരിക്കണം എന്ന് മാത്രം. ഞാൻ താമസിക്കുന്നത് മാങ്കാവ് കഴിഞ്ഞ് തോട്ടുമാരം എന്ന സ്ഥലത്താണ്. അവിടെ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് ഒരു പുതിയ താമസക്കാർ വന്നു. ഒരു റിട്ടയർഡ് ടീച്ചറും അവരുടെ മക്കളും. ആ റിട്ടയറായ ടീച്ചർക്ക് കാഴ്ചശക്തിയില്ല. മറ്റുള്ള മക്കളെ 2 ടീച്ചർമാരാണ്. ഒരു മകളും ടീച്ചറാണ്. ടീച്ചേഴ്സ് ഫാമിലി. അവർ പുതിയ താമസക്കാരാണ്. അധികം ആരോടും പറഞ്ഞിട്ടില്ല അവിടെ താമസം ആയത്. താമസം ആയി കഴിഞ്ഞതിന് ശേഷം ഞാനും ഭാര്യയും കൂടി ഒരിക്കൽ അയൽക്കാരല്ലേ ഒന്ന് പരിചയപ്പെടാനായിട്ട് പോയി. അവിടെ ചെന്നു, എല്ലാവരെയും ഒന്ന് കണ്ടു. അപ്പോൾ ഈ കണ്ണ് കാണാത്ത ആരാണ് എന്നവിടുന്ന് വിളിച്ച് ചോദിച്ചു. ഒരു മകള് പറയുന്നു, സീരിയലിലൊക്കെ അഭിനയിക്കുന്ന ഇല്ലിക്കെട്ട് നമ്പൂതിരിയാണ് അമ്മ എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് ചെന്നു. ആ റൂമിൽ പോയി അമ്മയായിട്ട് കുറേ നേരം സംസാരിച്ചു. വളരെ നല്ല സാത്വികമായിട്ടുള്ളൊരു സ്ത്രീയാണ്. കുറേ സംസാരിച്ചു. ചായ കൊടുക്കാൻ പറഞ്ഞു. ചായ വേണ്ട, ഞങ്ങൾ ചായയും കാപ്പിയൊന്നും കുടിക്കില്ല, ഞാൻ 2 ആളും കഴിക്കില്ല. എന്നാൽ പലഹാരം എന്തെങ്കിലും കൂടി വേണ്ട, ഞങ്ങൾ ബേക്കറി പലഹാരങ്ങളും കഴിക്കാറില്ല, ഒന്നും വേണ്ട എന്ന് പറഞ്ഞു. ഈ സൗഹൃദം മാത്രം മതി എന്ന് പറഞ്ഞ് ഞങ്ങളൊരു 10 മിനിറ്റ് കൊണ്ട് ഇറങ്ങി വരികയും ചെയ്തു. പിന്നീട് ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ഒന്നും കൂടി അവിടെ ഒന്ന് പോയി ആ ടീച്ചറെ ഒന്ന് കാണണം എന്ന് തോന്നി. ഞാൻ ഒറ്റയ്ക്കാണ് അന്ന് പോയത്. അവിടെ ചെന്നു. അപ്പം അകത്തുനിന്ന് വിളിച്ചു ചോദിക്കുന്നു, ആരാ മോളെ വന്നത്? അപ്പം പറഞ്ഞു, അമ്മ ഇല്ലിക്കെട്ട് നമ്പൂതിരിയാണ് വന്നത്. വരാൻ പറ, അങ്ങോട്ട് വരാൻ പറയാമെന്ന് പറഞ്ഞു. ഞാൻ അവരടുത്ത് പോയിരുന്നു. കുറേ നേരം സംസാരിച്ചു. പിന്നെ വന്നില്ലല്ലോ, കണ്ടില്ലല്ലോ, നമുക്ക് ഒരുപാട് പരാതി പറഞ്ഞു. അന്ന് പോയിട്ട് 5-6 മാസമായില്ലേ. അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ എന്തോ ഒരു പലഹാരവും ചായയും കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ചെല്ലുന്നത്. ആ അമ്മ മാത്രം കഴിച്ചിട്ടില്ല, അമ്മയുടെ അവിടെ ഉണ്ട്, ബാക്കിയുള്ളവരൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക. ഈ അമ്മയുടെ 2 മക്കളായിട്ടുള്ള ടീച്ചറായിട്ടുള്ള 2 മക്കളും അവിടെയുണ്ട്, വേറൊരു മകളും അവിടെയുണ്ട്. അവർ 3 മക്കൾ. അപ്പം എല്ലാവരും ആ മുറിയിലേക്ക് വന്ന് കുറച്ച് നേരം സംസാരിച്ചു. അപ്പോഴും അമ്മ ചായ കുടിക്കൂലല്ലോ അല്ലേ? ഇല്ല, ചായ കുടിക്കില്ല അമ്മ. എന്തെങ്കിലും ഇത് കഴിച്ചൂടെ? ഇതാ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നൊരു സ്പെഷ്യൽ പലഹാരമാണ്, അത് ബേക്കറി സാധനമല്ല, അവിടെ ഉണ്ടാക്കിയതാണെന്ന്. വേണ്ട അമ്മ, അത് മധുരട്ടതാണ്, അത് വേണ്ട എനിക്ക്. ഒന്നും കഴിക്കാഞ്ഞാൽ എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അങ്ങനെയൊന്നുമില്ല അമ്മ, കഴിക്കാറൊക്കെ ഉണ്ട്. കല്യാണത്തിനൊക്കെ പോയാൽ എന്തിനും കഴിക്കേണ്ടി വരില്ല എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, കല്യാണത്തിന് പോയാൽ ഞാൻ ഒന്നും കഴിക്കാറില്ല. കല്യാണം കഴിഞ്ഞ് റിസപ്ഷന് പോയാൽ ഒന്നും കഴിക്കാതാണ് പൊതുവെ വരാറ് പതിവ്. ചിലപ്പോൾ കപ്പ പുഴുങ്ങിയതുണ്ടെന്ന് പറഞ്ഞാൽ കുറച്ചെടുത്ത് കഴിച്ചു പോകും. അതുകൊണ്ട് കപ്പ പുഴുങ്ങിയത് എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. അതുപോലെ തന്നെയാണ് ചക്കപ്പുഴുക്കും. ഇത് രണ്ടും കണ്ടാൽ ഞാൻ അവിടെ വീണ് പോവും, ഇത്തിരി കഴിക്കും. അതുപോലെ ഉപ്പേരിച്ചക്ക, അതായത് ഇടിച്ചക്ക, അതുണ്ടെങ്കിൽ പിന്നെ ചോറിന് വേറെ ഒന്നും വേണ്ട. അതും എൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭക്ഷണമാണ്. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിനെപ്പറ്റിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇറങ്ങി വരികയാണ്. ഈ 2 ടീച്ചറും മറ്റേ മൂത്ത മകളും മുന്നിൽ എൻ്റെ മുമ്പിൽ ഇറങ്ങി വന്നിട്ട് ആ വരാന്തയിൽ നിന്നൊരു സഞ്ചിയിൽ നിന്ന് ഒരു ഉപ്പേരിച്ചക്ക, ഒരു ഇടിച്ചക്ക ചെറുത് കൊണ്ടെടുത്ത് ഞാനേ ഞെട്ടിപ്പോയി. ഇതെന്തപ്പോൾ ചക്കയെപ്പറ്റി ഇപ്പോൾ പറഞ്ഞതല്ലേ ഉള്ളൂ. അവരാ ചക്കയെടുത്തൊരു കടലാസിൽ പൊതിഞ്ഞ് ഞാൻ കൈ നീട്ടിയപ്പോൾ എനിക്ക് തന്നില്ല. അത് അവിടെ കൊണ്ടെത്തുന്നുള്ളതാണ്.
എന്നിട്ട് ആ മൂത്ത സ്ത്രീ മറ്റേ ടീച്ചറോട് പറയാണ് കൊണ്ട് കൊടുക്ക് വീട്ടിൽ. അവരത് പിടിച്ച ആ 2 മക്കൾ, ടീച്ചർമാരായ 2 മക്കൾ എൻ്റെ കൂടെ വന്ന് എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ ഭാര്യയുടെ കൈ കൊടുത്ത് അത് ഏൽപ്പിച്ചു. അവർ പറയാം എത്ര സന്തോഷമായി അവർക്ക്. ആ ചക്ക ഇവിടുന്ന് വന്ന നമ്മൾ സങ്കല്പിച്ചാൽ നമ്മളെ തേടിയെത്തും. അത് എൻ്റെ പേരെഴുതി വെച്ച ചക്കയാണ്, ഇരിട്ടിയിൽ നിന്ന് വന്നതാ. അവരുടെ മരുമകൾ ഇരിട്ടിയിലാണ്. ഇരിട്ടിയിൽ നിന്ന് വരുമ്പോൾ മരുമകൾ കൊണ്ടുവന്ന ആ ചക്കയിൽ എൻ്റെ പേരെഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ചക്ക എനിക്ക് തന്നെ വന്നു ചേർന്നത്. കാരണം ആ ചക്ക അവിടെ വെച്ച ആ ദിവസം തന്നെ എനിക്ക് അവിടെ കാണാൻ പോയത്. 6 മാസമായിട്ട് ഞാൻ പോയത് ഇന്നാണ്. ഈ 6 മാസത്തിനിടയ്ക്ക് ഇന്ന് പോയത് എന്താണ്? ഇന്ന് ചക്ക അവിടെ വന്നത് കൊണ്ടാണ്. അതെനിക്ക് കിട്ടണം. ഞാൻ ഈ ഭക്ഷണ കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് ഈ ചക്കയുടെ കാര്യം പറയേണ്ടി വന്നു. ഇതൊക്കെ കൂടി കൂട്ടിച്ചേർത്ത് ആ ചക്ക എൻ്റെ വീട്ടിലേക്ക് എത്തി. നാം എന്താണോ സങ്കല്പിക്കുന്നത് ഈശ്വരഹിതമനുസരിച്ചാണെങ്കിൽ അത് നമുക്ക് വന്നു ചേരും എന്നുള്ളതിന് ഒരു സംശയമില്ല. ആ ചക്കയിൽ എൻ്റെ പേര് എഴുതി വെച്ചിരുന്നു, അതുകൊണ്ട് അത് എനിക്ക് വന്നു ചേർന്നു. അല്ലേ എന്ന് വെറുതെ ഒന്ന് ചിന്തിക്കുക.